മുസ്ലിം ലീഗ് രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ പിറകിൽ എഴുതി വെച്ച ബാനർ ഇങ്ങനെയാണ്: നിങ്ങൾ ഭിന്നിക്കരുത്, അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അത് പറയാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഏത് തമ്പുരാൻ വന്നത് വേണ്ടെന്ന് പറഞ്ഞാലും ആ ഐക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാകും. ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കും, എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തും. ഞങ്ങൾക്കിടയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയി തകർത്തു കളയാമെന്ന് നിങ്ങൾ മോഹിച്ചാൽ അതിനനുവദിക്കില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞങ്ങൾ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുക തന്നെ ചെയ്യും, ഒരുപോലെ നിർത്തുക തന്നെ ചെയ്യും. സമുദായത്തിന്റെ പൊതുപ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കും. സാദിഖ് അലി തങ്ങൾ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, മുനീർ സാഹിബ് പറഞ്ഞു, മജീദ് പറഞ്ഞു, സലാമക്ക പറഞ്ഞു, എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ ആ പൊതുപ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യും. ഞങ്ങൾ പൊരുതിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ നേടിയിട്ടുമുണ്ട്. സംവരണത്തിന്റെ വിഷയമാകട്ടെ, അതല്ലെങ്കിൽ അറബി ഭാഷയുടെ വിഷയമാകട്ടെ, അതല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അത് സമുദായം അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്, വലിയ ആഹ്ലാദമുണ്ട്. നിനിത കനിച്ചേരി എന്ന് പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഭാര്യ കാലടി സർവകലാശാലയിൽ ജോലിക്ക് കയറിയത് ഞങ്ങളുടെ പിതാമഹന്മാർ സമരം ചെയ്ത് നേടിയെടുത്ത സംവരണത്തിന്റെ ആനുകൂല്യത്തിന്റെ മറവിലാണ്. ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണം, അത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ. കാരണം എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഞങ്ങൾ ഈ പറഞ്ഞ സാമുദായിക സംവരണത്തിന്റെ കൂടെ നിന്ന ആളല്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ ഈ പറഞ്ഞ സാമുദായിക സംവരണത്തിന്റെ കൂടെ നിന്ന ആളല്ല. ഞങ്ങളുടെ സാമുദായിക സംവരണ വാദത്തെ തോർപ്പിട വെച്ചവരാണ് നിങ്ങൾ. എന്നിട്ടും ആ ആനുകൂല്യം നിങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ആഹ്ലാദമുണ്ട്, ഞങ്ങൾക്കതിൽ അല്പം പോലും പരിഭവമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു ചൊറിച്ചിലുണ്ടാവുന്നത് ഈ സമുദായത്തോട്? എല്ലായ്പ്പോഴും ഉണ്ടല്ലോ. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോഴൊക്കെ ഒന്ന് ഈ മുസ്ലിം സമുദായത്തെ മാന്തിയിട്ടില്ലെങ്കിൽ, ഒന്നവരെ വേദനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു പ്രയാസം ഉണ്ടാവുന്നത്? 80-20 വിഷയം വന്നു, ഇവിടെ പറഞ്ഞു. മുസ്ലിം കുട്ടികളുടെ സ്കോളർഷിപ്പിന്റെ വിഷയം വന്നു, അതിവിടെ പറഞ്ഞു. CAയുടെയും NRCയുടെയും സമര കേസുകൾ പിൻവലിക്കാമെന്ന് പറഞ്ഞു. UAPAയുടെ ചാർത്തില്ല എന്ന് നിങ്ങൾ നിരന്തരമായി പറഞ്ഞു. നിരവധി കേസുകൾ UAPA ഇട്ടു. അവിടെയും തീർന്നില്ലല്ലോ. നാടൊട്ടുക്ക് നിങ്ങൾ മദ്യശാലകൾ കൊടുത്തു. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഒരു ഗ്രാമത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയാവസ്ഥ, സാംസ്കാരികാവസ്ഥ ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിനല്ലേ അറിയുക. അവിടെ ഒരു മദ്യഷാപ്പ് വന്നാൽ എന്ത് കുഴപ്പമുണ്ടാകും? അവിടെ ഒരു എന്താണ് ബാറ് വന്നാൽ എന്ത് പ്രശ്നമുണ്ടാകും? അതാർക്കാണ് അറിയുക? അനന്തപുരിയിൽ ഇരിക്കുന്ന മന്ത്രിക്കാണോ? ഒരു പഞ്ചായത്തിലെ പ്രസിഡന്റിനല്ലേ? അതുകൊണ്ട് ഇതാ ഈ നേതാക്കന്മാർ കേരളത്തിൽ ഇരിക്കുമ്പോൾ അവരാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരം കൊടുത്തത്. ആ അധികാരം എടുത്തു കളഞ്ഞ് നിങ്ങൾ വ്യാപകമായി രാജ്യമാസകലം നിങ്ങൾ മദ്യശാലകൾ തുറന്നു. അവിടെ നിൽക്കുന്നില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു തുപ്പലില്ലാത്ത ഭക്ഷണം സംഘികളുടെ പുതിയ പ്രചാരണമായിരുന്നു. തുപ്പലില്ലാത്ത ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലുകളുടെ പേര് പ്രസിദ്ധീകരിച്ചു. ഏറ്റവും വംശീയമായി ഒരു പെറ്റി കേസ് പോലും എടുത്തില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഭരണകൂടവും അവർക്കെതിരെ. നാർക്കോട്ടിക് ജിഹാദ് നിങ്ങൾ അറിയില്ലേ? ഒരു മതപുരോഹിതൻ, പറയാൻ പാടുണ്ടോ അങ്ങനെ? ഒരു മതപുരോഹിതന്റെ ലക്ഷ്യം എന്താണ്? താല്പര്യം എന്താണ്? ഈ രാജ്യത്ത് ഒരുപാട് മതപുരോഹിതന്മാരില്ലേ? അവർ മനുഷ്യരെ ഭിന്നിപ്പിക്കാനാണോ ശ്രമിക്കുക? ഏത് മതത്തിൽപ്പെട്ടവരായാലും. എന്നാൽ നാർക്കോട്ടിക് ജിഹാദ് എന്ന വിവാദം ഉണ്ടാക്കി. അപ്പോഴെന്താ ചെയ്യുന്നത്? മന്ത്രി വാസൻ അദ്ദേഹത്തെ പോയി കണ്ട് അയാൾ മഹാനാണെന്ന് പറയുക. നിയമ നടപടിയല്ല, അത് പറഞ്ഞവൻ മഹാനാണെന്ന് പറയുക നിങ്ങളുടെ ഭരണകാലത്തുണ്ടായതാണ്. അവസാനം വഖഫിന്റെ വിഷയം വന്നു. വഖഫിന്റെ വിഷയം വന്നപ്പോൾ നിങ്ങൾ ധരിച്ചത് ഞങ്ങൾ ദേവസ്വത്തെ കുറിച്ച് സംസാരിക്കുമെന്നാണ്. വഖഫിന്റെ വിഷയത്തിൽ ഞങ്ങൾ ദേവസ്വത്തെ കുറിച്ച് സംസാരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ വഖഫ് എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. വഖഫ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. മസ്ജിദുൻ നബവിയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിൽ സഹാബത്തിന് അധ്യാപനങ്ങൾ പറഞ്ഞു കൊടുക്കും. അവരവിടെ താമസിക്കും, അവർക്ക് ഭക്ഷണം വേണം. ആ ഭക്ഷണം പ്രവാചകന് കൊടുത്തിരുന്നത് തനിക്ക് കിട്ടിയ ഹദിയ കൊണ്ടാണ്, തനിക്ക് കിട്ടുന്ന സദക്ക കൊണ്ടാണ്. അങ്ങനെയാണ് ഈ മുതലുണ്ടാവുന്നത്, അല്ലെങ്കിൽ വഖഫ് ഉണ്ടാവുന്നത്. അവിടെ നിന്നത് കേരളത്തിലേക്ക് വരുന്നു. മാലിക് ദിനാറും കൂട്ടരും കേരളത്തിലേക്ക് വരുന്നു. ഇവിടുത്തെ പള്ളികൾ കേന്ദ്രീകരിച്ച് ദർസ് ഉണ്ടാവുന്നു.
പള്ളികളുടെ ചാരത്ത് മദ്രസയുണ്ടാവുന്നു. അവിടങ്ങളിലൊക്കെ ഈ വഖഫിന്റെ സ്വത്തുക്കൾ അങ്ങനെ പതുക്കെ പതുക്കെ കൂടി വരുന്നു. ഇൽമിന്റെ വലിയ സദസ്സുകൾ കേരളക്കരയിലുണ്ടായി, ഫത്വൽ മുഈനുണ്ടായി. ഒരു വലിയ വിപ്ലവത്തിന്റെ, ഒരു വലിയ വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം കേരളക്കരയിൽ ഉണ്ടായി. ആ വലിയ ഒരു യജ്ഞമുണ്ട്, ഒരു വലിയ പ്രയത്നമുണ്ട്. ആ പ്രയത്നങ്ങൾ കൊണ്ട് പതുക്കെ പതുക്കെ രൂപീകരിച്ചെടുത്തതാണ് കേരളത്തിലെ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത്. വഖഫിന്റെ മാലിക്കാരാണ്? സഖാവ് ടി കെ ഹംസയാണോ? നിങ്ങളല്ല വഖഫിന്റെ മാലിക്. ആദരണീയനായ റഷീദ് അലി ശിഹാബ് തങ്ങളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വഖഫിന്റെ മാലിക് അല്ലാഹു ആണ്, അല്ലാഹു മാത്രം. അല്ലാഹു ഏൽപ്പിക്കുന്നവരുണ്ട്, അവരാണ് അതിന്റെ കൈകാര്യകർത്താക്കളായി മുത്തവല്ലിമാർ നമ്മുടെ നാട്ടിൽ വരുന്നത്. ഈ വഖഫിന് നിബന്ധനകളുണ്ട്. വിശ്വാസികൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ രാജ്യം അനുവദിച്ച വഖഫ് ആക്ട്, അത് അനുവദിക്കാൻ ഒരു കാര്യമുണ്ട്. എന്തെന്നാൽ ആ വഖഫിന്റെ വിനിയോഗത്തിൽ നിബന്ധനകളുണ്ട്. 1 കോടി ഉറുപ്പിക ദുരിതാശ്വാസ നിധിയിലേക്ക് എടുത്തു കൊടുക്കാൻ സഖാബ് ടി കെ ഹംസക്ക് എന്താണ് അധികാരമുള്ളത്? വഖഫിൽ നിന്ന് എന്താ അധികാരമുള്ളത്? കൊടുക്കേണ്ടെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷെ നിങ്ങൾ കൊടുത്തത് അത് കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ കുഴപ്പങ്ങളുള്ളിടത്താണ്. കാരണം പിരിവ് കിട്ടിയ അരിയും പഞ്ചസാരയും അടിച്ചു മാറ്റുന്ന ഡിവൈഎഫ്ഐ കുട്ടികളുടെ കയ്യിലേക്കാണ് നിങ്ങൾ ഈ 1 കോടിയും കൊടുത്തത്. വഖഫിന്റെ പണമെടുത്ത്. ഇതാ റഷീദ് അലി തങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ആ സമയത്ത് ദുരിതാശ്വാസ നിധിയുടെ പ്രശ്നം വന്നു. വെള്ളപ്പൊക്ക സമയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സമയത്ത് പണം വേണം എന്ന് സർക്കാർ പറഞ്ഞു. എന്താ ചെയ്തത്? അദ്ദേഹത്തിന് അറിയാം വഖഫിന്റെ മാലിക്കല്ല ഞാനെന്ന് റഷീദ് അലി തങ്ങൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം പള്ളികളിൽ പിരിവ് നടത്തി. ആ പിരിവ് നടത്തിയിട്ട് കൃത്യമായി പറഞ്ഞു, എന്താണ് ഇത്? ദുരിതാശ്വാസ നിധിയിലേക്കാണ്, വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപയോളം എന്ന് ഞാൻ വിചാരിക്കുന്നു. 25 ലക്ഷം രൂപയോളം കൊടുത്തു. എന്തുകൊണ്ടാണത്? വഖഫിന്റെ സ്വത്തിൽ നിന്ന് അതെടുത്തു കൊടുക്കാത്തത് അവിടെയുള്ള സ്വത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും അതല്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയില്ല ദേവസ്വം ബോർഡിൽ ഇതിന് സമാനമായി മറ്റൊന്നു ചെയ്യണമെന്ന്. വഖഫിന്റെ മുകളിൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് 2 മതങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കാനോ കുഴപ്പമുണ്ടാക്കാനോ ആണെങ്കിൽ അവിടെ ഞങ്ങളെ കിട്ടില്ല. വഖഫ് മുസ്ലിം ലീഗിന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ മുസ്ലിമിന്റെയും പ്രശ്നമാണ്. നിങ്ങൾ പറഞ്ഞു അഴിമതി ഇല്ലാതാക്കാനാണ്. അഴിമതി ഇല്ലാതെയാക്കാൻ PSCക്ക് വിടുന്നു. എടോ, PSC തന്നെ ഭൂലോക അഴിമതിയല്ലേ? PSC തന്നെ ഭൂലോക അഴിമതിയല്ലേ? PSCയിൽ കൊണ്ടുപോയി SFI കുട്ടികളെ നിങ്ങൾ എത്രയാ തിരികെ കയറ്റിയത്? 2 എണ്ണല്ലേ പിടിച്ചിട്ടുള്ളൂ, 100 കണക്കിന്. ഒരു സുഹൃത്ത് ഈ അടുത്ത് എന്നോട് പറഞ്ഞു ഒരു ചെറിയ കുഴപ്പമുണ്ടാവുകയാണ്. ആ കുഴപ്പമുണ്ടായപ്പോ പോലീസ് പിറകെ ഓടി. കുറെ ഓടിയ പോലീസ് നിൽക്കണ്ടേ? പക്ഷെ ഈ പോലീസ് നിൽക്കുന്നില്ല, അവന്റെ വീട് വരെ ഓടി അടിച്ചു. അന്വേഷിച്ചു നോക്കിയപ്പോ CPMന്റെ PSCയിൽ കയറിയ SFIക്കാരനാണ്. അവൻ അടിക്കുമല്ലോ, വേറൊരു വിരോധമുള്ളവൻ അത്ര ഓടൂലല്ലോ. കേരളത്തിലെ പോലീസിൽ വിടുമ്പോൾ നിങ്ങളുടെ കള്ളത്തരം കാണിച്ച് PSCയിൽ കള്ളത്തരം കാണിച്ച ആളുകളെ കയറ്റി. എന്നിട്ട് നിങ്ങൾ പറയാണ് PSC വഴി നടത്തിയാൽ അഴിമതി ഇല്ലാതെയാവും, അഴിമതി ഇല്ലാതെയാവും. നേരത്തെ അവിടെ പറഞ്ഞല്ലോ കേരളത്തിൽ നിരവധി പൊതുസ്ഥാപനങ്ങളുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിങ്ങൾ PSCക്ക് വിടുവോ? ഇതെല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ സ്റ്റേറ്റ്മെന്റ്? മുസ്ലിം സമുദായത്തിന്റെ ആശങ്കയകറ്റും. ആശങ്കകൾ ഉണ്ടാക്കിയിട്ടല്ലേ ഇത് അകറ്റേണ്ടി വരുന്നത്? ആശങ്ക ഉണ്ടാക്കുക എന്നിട്ട് പറയാം ഞങ്ങൾ അകറ്റുന്നു. നിങ്ങൾ എന്തിനാ ആശങ്ക ഉണ്ടാക്കുന്നത്? ഒരു കാര്യവുമില്ലാത്ത വിഷയത്തില് 160ഓളം വരുന്ന ആളുകളുടെ അപ്പോയിന്റ്മെന്റ് വിഷയം മാത്രം നിൽക്കുന്നിടത്ത് വഖഫിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ നിങ്ങൾ അഴിമതിയുടെ ആരോപണം ഇക്കാലയളവിൽ വന്നോ? അതിന്റെ പേരിൽ ഒരാളെ പുറത്താക്കിയോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ വഖഫിനെ ഇത്ര വാശിയോടുകൂടി അവിടെ കൊണ്ടുപോയി വെക്കാൻ പറയുന്നത്? എന്നിട്ട് ഇപ്പൊ പറയാണ് ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയോ? പൗരത്വ വിഷയത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? പൗരത്വ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞു. പൗരത്വ വിഷയം ഞാൻ ചോദിക്കട്ടെ, അത് മുസ്ലിം ലീഗിന്റെ പ്രശ്നമൊന്നല്ല, മുസ്ലിം സമുദായത്തിന്റെയും പ്രശ്നമല്ല. കേരളം ഒന്നിച്ചാണ് തെരുവിലിറങ്ങിയത്. അതിൽ ഹിന്ദുക്കളുണ്ട്, അതിൽ ക്രിസ്ത്യാനികളുണ്ട്, അതിൽ മനുഷ്യരായ സകലരുമുണ്ട്. അവരൊരുമിച്ച് ചേർന്നാണ് ഈ പൗരത്വ വിഷയത്തിൽ സമരം നടത്തിയത്. എന്നിട്ട് ആ വിഷയത്തിൽ നിങ്ങൾ വാക്ക് പാലിച്ചോ? വാക്ക് പാലിച്ചില്ല. നിങ്ങൾ പറഞ്ഞു സാങ്കേതിക പ്രശ്നമുണ്ട്. സാങ്കേതിക പ്രശ്നം ആർക്ക്? CPMന്. നിങ്ങൾക്ക് സാങ്കേതിക പ്രശ്നം അങ്ങനെ ഒരു സാധനമുണ്ടോ? കൊലപ്പുള്ളികൾ തടവറയിൽ കഴിയുമ്പോ ആഴ്ചക്കാഴ്ചക്ക് പുറത്തു പോകാൻ, കൊട്ടേഷൻ കൊടുക്കാൻ, ആളെ കൊല്ലാൻ
നിങ്ങൾക്ക് സാധിക്കില്ലേ? നിങ്ങൾക്ക് എന്ത് സാങ്കേതിക പ്രശ്നമാണ്? എന്തെല്ലാം കുരുക്കുകൾ ഉണ്ടെങ്കിലും ഈ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കാലത്ത് നിരവധി സാങ്കേതിക പ്രശ്നങ്ങളെ മറികടന്നവരാ നിങ്ങള്. എന്നിട്ട് പറയുന്നു CAA സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസ് പിൻവലിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? കാരണം സാങ്കേതിക പ്രശ്നമാണ്. കർഷക സമരം, ഞാൻ DYFIയുടെ സുഹൃത്തുക്കളോട്, CPM-കാരോട് ചോദിക്കട്ടെ, കർഷക സമരത്തിന്റെ വിഷയത്തില് ആ സമരത്തിന്റെ നിയമം പിൻവലിക്കാമെന്ന് ആരാ പറഞ്ഞത്? അമിത്ഷയാണ്. പ്രധാനമന്ത്രിയേക്കാൾ പവർഫുൾ ആയ വാക്കാണ്. ദേശാഭിമാനിയുടെ അന്നത്തെ എഡിറ്റോറിയൽ വായിക്കണം. അത് കേട്ടാ വിചാരിക്കുക സമരം നയിക്കുന്നത് CPM-കാരാണെന്നാണ്. അവരാ വഴിക്കുണ്ടായിട്ടില്ല. എന്നാലും ദേശാഭിമാനി പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? അമിത്ഷയുടെ വാക്ക് വിശ്വസിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. അത് പാർലമെന്റിൽ വന്ന് നിങ്ങൾ പിൻവലിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരമുഖത്തുണ്ടാകും. ദേശാഭിമാനിയോട് ആ എഡിറ്റോറിയൽ ഒന്നുകൂടെ മാറ്റിയെടുത്ത്, സഖാവ് പിണറായി വിജയന്റെ വാക്കല്ല ഞങ്ങൾക്ക് പ്രധാനം, നിയമസഭയിലെ നിയമമാണ്. അത് അവിടെ കൊണ്ടുവന്ന് തിരുത്തണം, അവിടെ കൊണ്ടുവന്ന് തിരുത്തണം. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? കർഷക സമരത്തിന് സമരം നയിക്കുമ്പോ നിങ്ങൾക്കൊരു ന്യായം, ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു ന്യായം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കൊണ്ടുവന്ന ബില്ലിനെ, അങ്ങനെ ബില്ല് കൊണ്ടുവന്നു, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കൊണ്ടുവന്നു, നിയമസഭയിൽ വന്നു, അത് ഗവർണറുടെ മുമ്പിലെത്തി, ഒപ്പുവെച്ചു, എല്ലാം ശരി. പക്ഷെ ആ ബില്ലിന്റെ പേരിൽ അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾ ചെയ്യുന്ന കസർത്ത് എന്താണ്? എന്ത് മോശപ്പെട്ട എക്സർസൈസാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ പറയുന്നത് ഇത് സുന്നിയും മുജാഹിദും ഒക്കെ തമ്മിലുള്ള പ്രശ്നമാണെന്നാണ്. നിങ്ങൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇതിൽ വന്നത് മഹാകുഴപ്പമാണെന്നാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരനെ പാഠപുസ്തക കമ്മിറ്റിയിൽ എടുത്തത് ഞങ്ങളല്ലല്ലോ, CPM-കാരാ, നിങ്ങളല്ലേ? നിങ്ങളല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ പ്രശ്നം വരുമ്പോൾ വേറെ ന്യായം പറയാണ്. എന്താ നിങ്ങളുടെ നേതാവ് പ്രസംഗിച്ചത്? നിങ്ങളുടെ കൂലിത്തല്ലുകാരൻ പ്രസംഗിച്ചത് മക്കബറയിലെ പൈസ അത് മുജാഹിദ് ഇടുവോ? അത് മുജാഹിദ് ചെയ്യോ? അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഈ വേദിയിലും ഈ സദസ്സിലുമൊക്കെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അവർക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് സുന്നിയെയും മുജാഹിദിനെയും ഈ കൊടിയുടെ ചുവട്ടിൽ നിന്ന് വേർതിരിച്ചടുക്കാനാവാത്തവണ്ണം ഒരു ഉമ്മത്താണ് അവർ, ഒരു ഉമ്മത്താണ്. നിന്റെ ഈ വിഷമുണ്ടല്ലോ, തുപ്പല് തെറിച്ചാൽ പോലും മരിച്ചു പോകുന്ന വിഷമുള്ള ഈ ജന്തുക്കൾ ഉണ്ടല്ലോ, അവരുടെ ഈ വിഷം കൊണ്ട് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ നിങ്ങൾക്ക് തകർക്കാനാവില്ല. അതിനാണ് ഈ സയ്യിദ്മാർ നിൽക്കുന്നത്. അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ, അവരെ തകർക്കാൻ നിങ്ങൾക്കാവില്ല. ചോദിക്കാണ് മുസ്ലിങ്ങളെ, നിങ്ങൾക്കിടയിൽ പ്രശ്നമില്ലേ? ഖബർ സിയാറത്ത് വേണ്ടെന്ന് പറയുന്നവരില്ലേ? അത് വേണമെന്ന് പറയുന്നവരില്ലേ? പൈസ തരാത്തവരില്ലേ? എന്തൊരു വംശീയതയാണത്! ഒരിടതുപക്ഷത്തിന്റെ ചുവന്ന കൊടി കെട്ടിയ വേദയിൽ നിന്നാണ് നിങ്ങളിത് പ്രസംഗിക്കുന്നത്. ഈ വംശീയത നിങ്ങൾ ഓർക്കണം. ഞാൻ ഇതിനെ അള്ളാഹു നൽകിയ ഒരു അവസരമായി കാണുകയാണ്. ഇത് അള്ളാഹു തന്ന അവസരമാണ്. എന്താണെന്നറിയോ? നിങ്ങള് ഈ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാർക്ക് വഖഫിനെ കുറിച്ച് അറിയില്ല. അതാണ് ഈ നേതാക്കന്മാർ പറഞ്ഞു കൊടുത്തു തന്നത്. നിങ്ങൾക്കറിയില്ല വഖഫിനെ കുറിച്ച്. ശരീഅത്തിനെ നമ്മൾ മറന്നപ്പോ അള്ളാഹു ഒരു പരീക്ഷണം പോലെ ശരീഅത്ത് വിഷയം ഇറക്കി. പഠിച്ചല്ലോ എല്ലാരും. ഇപ്പൊ വഖഫ് എന്താന്ന് എല്ലാരും പഠിച്ചല്ലോ. എല്ലാ മഹല്ലത്തൊന്നും ഓടിപ്പാഞ്ഞ് ആളുകൾ ഇങ്ങോട്ട് വന്നല്ലോ. വഖഫ് അതിന്റെ സംരക്ഷണം എന്താണെന്നുള്ള ബേജാറുള്ളൂ കുടുങ്ങിയല്ലോ. അള്ളാഹു തന്ന അവസരമാണിത്. പിന്നെ എന്ത്? ഒന്ന് വഖഫ് പഠിക്കാൻ, മറ്റൊന്ന് മാർക്സിസം പഠിക്കാൻ. അതിനും കൂടിയുള്ള അവസരമാണ്. ഞങ്ങൾ കുറെ കാലമായി പറയുന്നു, ഇവരെ സൂക്ഷിക്കണം, ഇവരെ ശ്രദ്ധിക്കണം. ഞാൻ ബഹുമാന്യരായ പണ്ഡിതന്മാർ അടക്കം സയ്യിദുമാരിയിരിക്കുന്ന വേദിയാണിത്. ഞാൻ ഈ സദസ്സിനോട് പറയുന്നു, നിങ്ങൾ അവരെ കുറിച്ച് പഠിക്കണം. താൽക്കാലികമായ വിരോധങ്ങളോ വ്യക്തിവിരോധങ്ങളോ മണ്ഡലത്തെ തോൽപ്പിക്കലോ ജയിപ്പിക്കലോ ആയി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല മാർക്സിസവും കമ്മ്യൂണിസവും. അത് മതവിരുദ്ധമാണ്. അത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വിചാരിക്കേണ്ടതില്ല. നിങ്ങൾ പരിശോധിച്ചോ. 3 ഇടങ്ങൾ, 3 സ്ഥലം ഞാൻ പറയാം. ഒന്ന് തലശ്ശേരി, മുസ്ലിങ്ങൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന തലശ്ശേരി. മറ്റൊന്ന് കൊടുങ്ങല്ലൂർ, മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ പൊന്നാനി. എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളൊന്ന് അന്വേഷിക്കുക. എത്രമാത്രം മുസ്ലിം ഇന്റലക്ച്വലുകൾ, എത്രമാത്രം മുസ്ലിം പാണ്ഡിത്യമുള്ളവർ കേരളത്തിന്റെ ജഡ്ജിമാർക്കിടയിലേക്ക്, കേരളത്തിന്റെ മുസ്ലിം മുന്നേറ്റ രംഗത്തേക്കൊക്കെ കുതിച്ചുയർന്നു വന്ന എത്ര മഹാന്മാരിരുന്ന ഇടമാണ് അവിടെ. പതുക്കെ 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 കുടുംബത്തെ പിടിച്ച്, സമുദായത്തെ തമ്മിൽ തല്ലിച്ച്,
സമുദായത്തിന് അകത്ത് കങ്കാണിപ്പടി എടുക്കുന്നവരെ കൂട്ടുപിടിച്ച് പതുക്കെ പതുക്കെ അവിടങ്ങളിലൊക്കെ മാക്സിസം പരന്നു പിടിച്ചു. ഇപ്പൊ ആ കുട്ടികൾ എവിടെയാണ്? ആ കുട്ടികൾ എവിടെയാണ്? നിങ്ങൾ പറ. ഒരു ഇസ്സത്തില്ലാതെ പോകുന്ന ഒരു തലമുറ വളരുകയാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയി നോക്കൂ. ഡൽഹിയിലെ നിരവധി യൂണിവേഴ്സിറ്റികളില്, ഹൈദരാബാദിൽ പോയി നോക്ക്. അവിടങ്ങളിൽ പഠിക്കുന്ന നിരവധി കുട്ടികളുണ്ട്, മുസ്ലിം കുട്ടികൾ, നന്നായി പഠിക്കുന്നവർ, ഊർജ്ജസ്വലരായ പെൺകുട്ടികളടക്കം. അവർ നാദാപുരത്ത് നിന്ന് വരുന്നുണ്ട്, വടകര താലൂക്കിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന്, കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വരേണ്ടിയിരുന്ന തലശ്ശേരിയിൽ നിന്ന്, വരേണ്ടിയിരുന്ന കൊടുങ്ങല്ലൂരിൽ നിന്ന്, വരേണ്ടിയിരുന്ന പൊന്നാനിയിൽ നിന്ന്. എന്തേ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ വരാതെ പോകുന്നത്? അവർ CPM-ന്റെ പിടിയിലാണ്. ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. മലബാറിലെ ഈഴവന്മാരെ നിങ്ങൾ നോക്ക്, തെക്കുള്ള ഈഴവന്മാരെ നിങ്ങൾ നോക്ക്. തെക്കിലെ ഈഴവന്മാർ CPM-ന്റെ കയ്യിലല്ല. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടുത്തെ ഈഴവന്മാർക്ക് നട്ടല്ലു നിവർത്തി ജീവിക്കുന്നവരാണ്. വടകര താലൂക്കിൽ, കണ്ണൂരിൽ, ഈ മലബാറിലെ ഈഴവന്മാർ CPM-ന്റെ ചാവേറുകളാണ്, തല്ലുതൊഴിലാളികളാണ്. ആളെ കൊല്ലാൻ നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി ഇവരെ ഉപയോഗിക്കുകയാണ്. എന്തേ അങ്ങ് തെക്കിൽ കാണുന്ന പോലെ ഈഴവന്മാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിലില്ല? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചുവട്ടിൽ പെട്ടുപോയവരെ പതുക്കെ പതുക്കെ ഇവർ തകർക്കും. മുസ്ലിങ്ങളെ തകർക്കാൻ അവന്റെ ഇസ്സത്ത് മാത്രം തകർത്താൽ മതി. വളരെ ആസൂത്രിതമായി അത് നടക്കുന്നു. സ്നേഹമുള്ളവരെ, CPM-ൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോ, SFI-ലും DYFI-ലും മെമ്പർഷിപ്പ് എടുക്കുമ്പോ ചിലരൊക്കെ ചിരിക്കുകയാണ്. ഓ, ലീഗിന് ക്ഷീണായി പോയി. ലീഗിന്റെ ആഫീസിന്റെ പരിസരത്ത് നിന്നല്ല അവർ പോകുന്നത്, അവർ ദീനിന്റെ പരിസരത്ത് നിന്നാണ്. അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അവർ പോകുന്നത് ദീനിന്റെ പരിസരത്ത് നിന്നാണ്. DYFI-യുടെ കൊടി പിടിച്ച് മുന്നോട്ട് വന്ന ഒരുത്തനെ നിങ്ങൾ പരിശോധിച്ചോ? അവരെ നിങ്ങൾ പരിശോധിക്ക. CPM-ലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളില്ലേ, സമുദായത്തിന്റെ പേര് പറഞ്ഞ്? ഞാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തേ CPM-ൽ മെമ്പർഷിപ്പ് എടുക്കാത്തത്? എന്താ മെമ്പർഷിപ്പ് എടുക്കാത്തത്? CPM-ലേക്ക് പോകുന്നത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തലയിൽ കെട്ടി തന്നെ CPM-ൽ മെമ്പർ ആയിക്കൂടെ? മെമ്പർഷിപ്പ് എടുത്തുകൂടെ? എന്താ നിങ്ങൾ എടുക്കാത്തത്? എന്തേ നിങ്ങളുടെ മക്കളെ SFI ആക്കാത്തത്? എന്തേ നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ DYFI-ലേക്ക് ചേർക്കാത്തത്? നിങ്ങൾ അവരെ വിടില്ല, നിങ്ങളുടെ മക്കളെ വിടില്ല. നമ്മുടെ ഉമ്മമാര് അതിരാവിലെ അവരെപ്പോഴാ കിടക്കുക? 12 മണി 1 മണി അടുക്കളയിൽ പാത്രമൊക്കെ കഴുകി അതിരാവിലെ എഴുന്നേൽക്കും. എന്നിട്ട് മക്കളെ പതുക്കെ പുതപ്പിൽ നിന്ന് വലിച്ചു മാറ്റി വിളിച്ചുണർത്തി അവന്റെ മുഖമടക്കം കഴുകിക്കൊടുത്ത് അവനെ ചേർത്തു പിടിച്ചവർ മദ്രസയിലേക്ക് കൊണ്ടുപോകും. പോകുന്ന വഴിയില് പേപ്പട്ടി കടിച്ചു ഒരു ഉമ്മയെ നിങ്ങൾ കണ്ടില്ലേ? എന്തെല്ലാം ബുദ്ധിമുട്ടുമാർ ഈ ഉമ്മമാർക്കുണ്ട്. എന്തിനാ ഈ മദ്രസയിലേക്ക് വിടുന്നത്? ദീന് പഠിക്കാൻ അല്ല, അതുമാത്രമല്ല അതുവഴി നല്ല മനുഷ്യരായി വളരാൻ. ആ കുട്ടികളാണോ SFI ആവേണ്ടത്? നിങ്ങൾ പറ. ആ കുട്ടികളാണോ SFI ആവേണ്ടത്? അവരെയാണോ SFI-യിൽ പിന്നീട് പോയി ചേരേണ്ടത്? അവരാണോ? പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം പണിയണം. ആർക്കാ അഭിപ്രായ വ്യത്യാസമല്ലാതെ? ആർക്കാ അഭിപ്രായ വ്യത്യാസമല്ലാതെ? നിങ്ങൾ ആരോടാ ഈ പറയണത്? ഇവിടുത്തെ മുസ്ലിം ലീഗിനോടോ? ഇവിടുത്തെ മുസ്ലിങ്ങളോടോ പള്ളിക്കൂടം പണിയാൻ? എന്റെ CPM-കാരാ, നിങ്ങൾ പള്ളിക്കൂടം പണിയാറുണ്ടോ? നിങ്ങൾ പലിശയുടെ ബാങ്ക് ഉണ്ടാക്കാറുണ്ട് ഇഷ്ടംപോലെ. നിങ്ങൾ ആശുപത്രി തുടങ്ങാറുണ്ട്. കാര്യം എന്താണ്? പൊട്ടും കുത്തും കഴിഞ്ഞാൽ തുന്നിക്കൂട്ടാൻ ഒരു സ്ഥലമാണല്ലോ, അതുകൊണ്ട് ആശുപത്രി ഉണ്ടാക്കാറുണ്ട്. എടാ, സ്കൂൾ തുടങ്ങാറുണ്ടോ? നിങ്ങൾ സ്കൂൾ തുടങ്ങാറുണ്ടോ? കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് നിറച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പള്ളിക്കൂടം ഞങ്ങൾ പണിയും, പള്ളിയും ഞങ്ങൾ പണിയും. ആ പള്ളി പണിയേണ്ടെന്ന് മക്കളെ പഠിപ്പിക്കുന്ന SFI-യിലാണോ? എന്ത് ഡിപ്ലോമസിയുടെ പേരിലും നിങ്ങൾ പോയി ചേരേണ്ടത്? ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലാണോ നിങ്ങൾ ആളുകളെ കൊണ്ടുപോയി ചേർത്തേണ്ടത്? നിങ്ങൾ പറയ, അവിടെയാണോ? മതമല്ല 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 പ്രശ്നം എന്നാ കേട്ടോ. ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതമല്ലേ? ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ്. ഞങ്ങളെ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് മനുഷ്യനാക്കി വളർത്തിയെടുത്തത് ഞങ്ങളുടെ വിശ്വാസമാണ്.
നിങ്ങൾക്ക് മതം പ്രശ്നമല്ല, നാട്ടിലെ നക്കാപ്പിച്ച ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, 2 മെമ്പർ സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നു, സൂക്ഷിക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ SFIയിൽ വിടൂല, നിങ്ങളെ മക്കളെ നിങ്ങൾ DYFIയിൽ വിടുക. ആരാന്റെ മക്കൾ നശിച്ചോട്ടെ എന്നാണ്, ആരാന്റെ മക്കളെ പോയിക്കോട്ടെ ചേർന്നോ എന്നാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അവരെ കൂടെ ചേർന്നാൽ പതുക്കെ പതുക്കെ നിങ്ങൾ ഇസ്ലാമിന്റെ അറ്റത്തു നിന്ന് പോവുകയാണ്. സൂക്ഷിക്കണം സ്നേഹമുള്ളവരെ. നാട്ടിലെ ഏതെങ്കിലും ഒരു തർക്കത്തിന്റെ പേരിൽ പോയി ചേരാനുള്ളതല്ല ആ പാർട്ടി. നാട്ടിൽ എന്തെങ്കിലും ഒരു ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി കളയാനുള്ളതല്ല നിങ്ങളുടെ ഉഖ്റവിയായ ജീവിതം. സൂക്ഷിക്കണം. പോകേണ്ടി വന്നവരൊക്കെ പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. സൂക്ഷിക്കണം. RSSന്റെ ഫിസിക്കൽ അറ്റാക്ക് അതുപോലെ ഭീകരമാണ് CPMന്റെ ഇന്റലക്ച്വൽ അറ്റാക്ക്. പതുക്കെ പതുക്കെയാണ് ഫിസിക്കൽ അറ്റാക്ക്. നേരിട്ട് കാണാം.